സോളാർ ഇൻഡസ്ട്രിയിൽ സോളാറിൻ്റെ ഇൻസ്റ്റലേഷൻസ് ചെയ്യുന്ന ഒരുപാട് കമ്പനികൾ ഇന്നത്തെ കാലത്ത് നമുക്ക് അവൈലബിൾ ആണ്. സൺ എക്സ്പെർട്ട് എന്തുകൊണ്ടാണ് അതിനൊരു സ്പെസിഫിക് റോള് ആ സോളാർ ഇൻഡസ്ട്രിയുടെ ലാൻഡ്സ്കേപ്പിലുണ്ട് എന്ന് വിചാരിക്കുന്നതെന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് പ്രധാനമായി. ഒന്ന്, അതിൻ്റെ എൻജിനീയറിംഗ് എക്സ്പെർട്ടൈസ് കൊണ്ടാണ്. ഞങ്ങൾ വിചാരിക്കുന്നു സോളാർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് എക്സ്പെർട്ടൈസ് റിക്വയർഡ് ആയിരിക്കുന്ന വളരെ എക്സ്ക്ലൂസീവായിട്ട് കമ്മിറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് പ്രൊഫഷണൽസ് വർക്ക് ചെയ്യേണ്ട ഒരു ഫീൽഡാണെന്നുള്ളതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. രണ്ടാമത്തെ കാര്യം, ഒരു സോളാർ പവർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു കമ്പനി അതിനെ ഇൻഡസ്ട്രിയൽ EPC എന്നാണ് വിളിക്കുക, എൻജിനീയറിംഗ്, പ്രൊക്യൂർമെൻറ്റ് ആൻഡ് കൺസ്ട്രക്ഷൻ. അതോടുകൂടി തന്നെ EPC എന്ന് പറയുന്ന ആ ഒരു 3 ആക്ടിവിറ്റീസും അതിനോടുകൂടെ സർവീസ് പ്രൊവിഷൻ എന്ന് പറയുന്ന ഒരു കാര്യം കൂടി ആഡ് ചെയ്യുമ്പോൾ അത് വളരെ റെസ്പോൺസിബിളായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതിൽ എൻജിനീയറിംഗ് എന്ന് പറയുന്ന കാര്യങ്ങൾക്ക് വി ക്യാൻ ബി വൺ ഓഫ് ദി ബെസ്റ്റ്. റീസൺ ബീങ് ഈസ് ലൈക്ക് ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് എന്നുള്ള കാര്യം കഴിഞ്ഞ 30 വർഷമായി അതിൻ്റെ എല്ലാ അർത്ഥത്തിലും എല്ലാ ഫീൽഡിലും അത്ര ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓർഗനൈസേഷൻ്റെ ഒരു ഗ്രൂപ്പിൻ്റെ സബ്സിഡിയറിയാണ് സൺ എക്സ്പെർട്ട് എന്ന് പറയുന്നത്. സോ ആബ്സല്യൂട്ട്ലി അതിൻ്റെ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് കോൺസെപ്റ്റ്സിൽ വി ക്യാൻ ടേം അവർ സെൽഫ് ആസ് വൺ ഓഫ് ദ ബെസ്റ്റ് കമ്പനി അറൗണ്ട് യുവർ പ്രിമൈസസ് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം. രണ്ടാമത്തെ കാര്യം അതിൻ്റെ പ്രൊക്യൂർമെൻ്റ് ആണ്. ഏകദേശം 60-ലധികം ഡിഫറെൻറ്റ് കോമ്പണൻറ്റ്സ് വരുന്നുണ്ട് ഒരു സോളാർ പവർ പ്ലാന്റിൻ്റെ ഇൻസ്റ്റലേഷൻസിൽ. ആ സോളാർ പവർ പ്ലാന്റിൻ്റെ 60-ലധികം വരുന്ന കോമ്പണൻറ്റ്സ് അതിൻ്റെ പ്രൊക്യൂർമെൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ക്വാളിറ്റിയും ടെക്നിക്കൽ ആസ്പെക്ട്സും ഏറ്റവും ബെസ്റ്റായ രീതിയിൽ ചെയ്യുക എന്നുള്ളത് സ്റ്റഡീസ് ആയിട്ടുള്ള ജോബാണ്. വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു മാൻ പവർ അതിനുവേണ്ടി നമ്മൾ ഡെപ്യൂട്ട് ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ എക്സ്പെർട്ടൈസ് ഹോൾഡ് ചെയ്യുന്ന പ്രൊഫഷണൽസ് നമ്മുടെ ടീമിൽ ഉണ്ടാവേണ്ടതുണ്ട്. സൺ എക്സ്പെർട്ടിൻ്റെ ടീം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സോളാർ ഇൻഡസ്ട്രിയിൽ ഏകദേശം 10 വർഷത്തിലധികം എക്സ്പീരിയൻസ് ഹോൾഡ് ചെയ്യുന്നൊരു ടീമാണ്. ഞങ്ങൾക്ക് വളരെ അഭിമാനത്തോട് പറയാൻ പറ്റും ഈ ടീം ഏകദേശം 20 മെഗാവാട്ടിലധികം ഇൻസ്റ്റലേഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ പാർട്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഏകദേശം 80,000 യൂണിറ്റ് സോളാർ പവർ ഒരു ദിവസം അക്രോസ് ദ സ്റ്റേറ്റ് ജനറേറ്റ് ചെയ്യുന്നതിൽ ഞങ്ങൾ പാർട്ടായിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കുന്നത് അതൊരു ചെറിയ കാര്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഒരു പക്ഷേ നമ്മൾ സോളാറിൻ്റെ പല കമ്പനികളെ കാണുമ്പോൾ ഈ ഒരു ഫാക്ടറിനെ നമ്മൾ റിലേറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് വലിയ അന്തരങ്ങളുണ്ടാവും സൺ എക്സ്പെർട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. കാരണം 10 വർഷമായിട്ട് സോളാർ ഇൻഡസ്ട്രി ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ലെങ്കിൽ അതിൻ്റെ ശൈശവ ദിശ തുടങ്ങി ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിരുന്ന കാര്യങ്ങൾക്ക് ആ സമയങ്ങളിലൊക്കെ അതിനെ കവർ ചെയ്തു പോകാനും അതിനെ എക്സ്പീരിയൻസ് ചെയ്യാനും അതിനെ ഓവർകം ചെയ്യാനുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടീം തീർച്ചയായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നത് പ്രൊക്യൂർമെൻറ്റിൽ അതിൻ്റെ ക്വാളിറ്റി ആസ്പെക്ട്സിൽ അതിൻ്റെ കോമ്പണൻസിൻ്റെ ക്വാളിറ്റി ആസ്പെക്ട്സിൽ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യപ്പെടാത്ത സ്പെഷ്യൽ ഡിഗ്രി ഓഫ് ക്വാളിറ്റിയാണ്. മൂന്നാമത്തെ കാര്യം അതിൻ്റെ കൺസ്ട്രക്ഷനും അതുമായി ബന്ധപ്പെട്ട സർവീസുമാണ്. കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു സോളാർ പവർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അത് ഏത് രീതിയിൽ ചെയ്യണം, അത് എങ്ങനെ സേഫായിട്ട് ചെയ്യണം, എങ്ങനെ പെർഫെക്റ്റായിട്ട് ചെയ്യണം എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഒരു സോളാർ പവർ പ്ലാന്റ് നമുക്കൊക്കെ അറിയുന്നത് പോലെ തന്നെ ഏകദേശം 25 വർഷവും 30 വർഷമൊക്കെ വാറണ്ടി ഹോൾഡ് ചെയ്യുന്ന ഒരു സൊല്യൂഷനാണ് ഒരു സോളാർ പവർ പ്ലാന്റ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഒരു കൺസ്യൂമർ അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഈ പറയുന്ന ഇത്രയും വലിയൊരു ഡ്യൂറേഷനിൽ അതിന് നമ്മുടെ എനർജി റിക്വയർമെൻറ്റ്സിനെ മീറ്റ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കൺസ്ട്രക്ഷൻ, അതിൻ്റെ ഇൻസ്റ്റലേഷൻ, അതേപോലെ തന്നെ അതിൻ്റെ സബ്സിക്വൻ്റ് ആയിട്ട് വരുന്ന സർവീസ് പ്രൊവിഷൻസ് ഇതിൽ വളരെ പെക്യുലറായിട്ട് എക്സ്പെർട്ടൈസ് ഹോൾഡ് ചെയ്തുകൊണ്ട് ചെയ്യേണ്ട കാര്യമുണ്ട്. ആൻഡ് വി ഹോൾഡ് ദ ടീം and the team is definitely experts in getting the installation done to the best level. And second is like service എന്ന് പറയുന്നത് ഹെൻറി ആൻഡ് ഫെറാ ഗ്രൂപ്പിന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ കഴിഞ്ഞ 30 വർഷമായിട്ട് ഹോൾഡ് ചെയ്യുന്ന ഞങ്ങളുടെ ഏറ്റവും വലിയൊരു മോട്ടോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സർവീസ് എന്ന് പറയുന്ന കാര്യത്തിൽ കേരളത്തിൽ എവിടെയാണെങ്കിലും നമുക്കത് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചറും ടീമും നമുക്കുണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും സൺ എക്സ്പെർട്ടിനെ മറ്റുള്ള കമ്പനികളിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന അല്ലെങ്കിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്ന ഒരു മെയിൻ ഫാക്ടറാണ്. ഈ കഴിഞ്ഞ 30 വർഷമായിട്ട് ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഴുവൻ പവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആ പവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്താണ് ഹെൻറി ആൻഡ് ഫെറാഡ് ഗ്രൂപ്പ് പുട്ടപ്പ് ചെയ്തിരിക്കുന്ന ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സ്പെസിഫിക് ആണ്. അത് ക്വാളിറ്റി ആയിട്ടുള്ള എൻജിനീയറിംഗ് എക്സ്പെർട്ടൈസോട് കൂടിയുള്ള ഒരു രീതിയിൽ ഓരോ ഇൻസ്റ്റലേഷൻസും ഓരോ ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻസും ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം അതിന് ഏറ്റവും നല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. എസെൻഷ്യലി ഇതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ വളരെ ക്ലിയറാണ്. ഞങ്ങളുടെ ക്ലയൻറ്റീൽസിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പിന് അത് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ബെറ്റർ ലിവിങ് ആണ്. ബെറ്റർ ലിവിങ് എന്ന് പറയുന്നത് നമ്മുടെ പവർ എന്ന് പറയുന്നത് ഇലക്ട്രിക്കലായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ലിവിങ്ങിന് ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആ ഒരു കാര്യത്തിൽ എങ്ങനെ ക്വാളിറ്റി കൊണ്ടുവരാൻ സാധിക്കും, എങ്ങനെ ഈസ് ഓഫ് ആക്സസിൽ അതിന് ഫ്ലോലെസ് ആയിട്ടുള്ള പവർ അവൈലബിലിറ്റി അവിടെ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ഈ ഹെൻറി ആൻഡ് ഫെറാഡ് എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൻ്റെ ഇലക്ട്രിക്കൽ ലൈൻസിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം.
Now, whenever we are talking about power, we know that renewable energy is the future of power or electricity എന്ന് നമ്മൾ വളരെ കൃത്യമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കഴിഞ്ഞ 10 വർഷത്തിലധികമായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ സെഗ്മെൻറ്റ്സിൽ ഞങ്ങളുടെ ക്ലയൻസിനെ ഞങ്ങൾ തന്നെയാണ് ബോധവൽക്കരിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ റിന്യൂവബിൾ എനർജി സോഴ്സസിലേക്ക് മാറണം. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു കാര്യത്തിൽ ഞങ്ങളത് പറയുമ്പോൾ തീർച്ചയായിട്ടും ക്ലയൻറ്റേഴ്സിനോട് ഞങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. കാരണം അവർ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു എക്സ്പെർട്ടൈസ് ഒപ്പീനിയൻ്റെ വില കൽപ്പിച്ചതുകൊണ്ടാണ് പലപ്പോഴും പല ഇൻസ്റ്റലേഷൻസും ഞങ്ങൾ ഈ ഒരു പീരീഡിൽ ചെയ്തു വന്നത്. ഈ ഒരു കാര്യത്തെ ഇന്ന് റിന്യൂവബിൾ എനർജി ഒരു പക്ഷേ വളരെ പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ വളരെ നിശ്ചയമായിട്ട് നമ്മൾ ചെയ്യേണ്ട അല്ലെങ്കിൽ ആശ്രയിക്കേണ്ട ഒരു സോഴ്സ് ഓഫ് പവർ ആയിട്ട് ഇന്ന് നോർമൽ പബ്ലിക് അല്ലെങ്കിൽ നോർമൽ ക്ലയൻറ്റിയേഴ്സ് അല്ലെങ്കിൽ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്പേസിൽ എല്ലാവരും ചിന്തിക്കുന്നുണ്ടെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞങ്ങൾ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത് കാരണം ഞങ്ങളുടെ കൺവിക്ഷൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കാര്യം ചെയ്തിരുന്നത്. റിന്യൂവബിൾ എനർജി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഫ്യൂച്ചർ ഓഫ് ദി പവർ ഇൻഡസ്ട്രിയാണ്, അതിൽ സംശയമൊന്നുമില്ല. നൗ ഇൻസ്റ്റിറ്റ്യൂഷണൽ സെഗ്മെൻറ്റ് ഹെൻറി ആൻഡ് ഫെറാഡ് പ്രൈവറ്റ് ലിമിറ്റഡിലൂടെ ചെയ്തു വന്നിരുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് പ്രൈമറിലി സൺ എക്സ്പെർട്ട് രൂപീകൃതമാകുന്നത്. ആ സൺ എക്സ്പെർട്ട് രൂപീകൃതമായതിനു ശേഷം അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവായിട്ട് ഞങ്ങൾ മുൻപിൽ വെച്ചിരിക്കുന്നത് പ്രകൃതിയിൽ നിന്നാണ് നമുക്ക് വേണ്ട ക്വാളിറ്റി ലിവിങ്ങിൻ്റെ കോൺസെപ്റ്റ്സ് എല്ലാം ഉരുത്തിരിഞ്ഞെടുക്കേണ്ടത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഐഡിയോളജിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സൺ എക്സ്പെർട്ട് ഫോം ചെയ്തു വരുന്നത്. ഇപ്പം നമ്മൾ കാണുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ക്വാളിറ്റി പ്രൊഡക്ട്സിൻ്റെയോ ക്വാളിറ്റി സർവീസസിൻ്റെയോ എക്സ്പെർട്ടൈസ് ഹോൾഡ് ചെയ്യുന്ന ഇൻസ്റ്റലേഷൻസിൻ്റെയോ അഭാവമാണ്. ആ ഒരു കാര്യം തീർച്ചയായിട്ടും ആ ഒരു സ്പേസിൽ വളരെ വ്യക്തമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സൺ എക്സ്പെർട്ടിന് സാധിക്കുമെന്നുള്ളതാണ് ഞങ്ങൾക്കതിൽ പറയാനുള്ളത്. ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഹെൻറി ആൻഡ് ഫെറാഡ് ഗ്രൂപ്പ് ഉദ്ദേശിക്കുന്നത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. പവർ എന്ന് പറയുന്ന ഒരു പക്ഷേ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ റിന്യൂവബിൾ എനർജി എന്ന് പറയുന്ന അനന്ത സാധ്യത അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജി എന്ന് പറയുന്ന നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കേണ്ട ഒരു കാര്യത്തെ എല്ലാ ക്ലയൻറ്റിയൽ ഗ്രൂപ്പിനും അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാതെ നല്ല സർവീസോടുകൂടി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശമാണ് സൺ എക്സ്പെർട്ട് ഫോം ചെയ്യുന്നതിലൂടെ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഹെൻറി ആൻഡ് ഫെറാഡ് എന്ന് പറയുന്ന ടോട്ടൽ ഗ്രൂപ്പിൻ്റെ ആ ഒരു ലാൻഡ്സ്കേപ്പിൽ ഈ ഒരു കമ്പനി ഒരു സബ്സിഡിയറി ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും റിന്യൂവബിൾ എനർജി ഫീൽഡിൽ ഹെൻറി ആൻഡ് ഫെറാഡ് ഗ്രൂപ്പിന് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ ചിന്ത. അതിനു വേണ്ടിയിട്ടാണ് സൺ എക്സ്പെർട്ട് ഫോം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓരോ പ്രൊജക്റ്റും നമ്മളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ളതും നമ്മൾ പഠിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കാനുള്ള അവസരങ്ങളായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ചലഞ്ചസ് എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്ടറായിട്ടാണ് എപ്പോഴും ഞങ്ങൾക്ക് തോന്നിയിരിക്കുന്നത്. അതൊരിക്കലും ഒരു ബുദ്ധിമുട്ടായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. ഹെൻറി ആൻഡ് ഫെറാഡ് ഗ്രൂപ്പിൽ അതിൻ്റെ ക്രിട്ടിക്കൽ സർവീസസിൽ പലപ്പോഴും അത് ആക്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നേ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഹെൻറി ആൻഡ് ഫെറാഡ് പ്രൈവറ്റ് ലിമിറ്റഡിൽ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ എറണാകുളത്തെ PVS ഹോസ്പിറ്റൽ കളക്ടറുടെ ഒരു സ്പെഷ്യൽ ഡയറക്ഷനിൽ ഏകദേശം 6 മാസമായിട്ട് പ്രവർത്തിക്കാതെ കിടന്നിരുന്ന ഒരു ഹോസ്പിറ്റൽ ഒരു കോവിഡ് ഹോസ്പിറ്റലായിട്ട് ഞങ്ങൾ കൺവേർട്ട് ചെയ്തത് ഏകദേശം 24 മണിക്കൂറിനുള്ളിലാണ്. ഇത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കത് തരുന്നൊരു ഊർജ്ജം ചെറിയൊരു കാര്യമല്ല. ഇതുപോലെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ HLL എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ്റെ പ്രിമൈസസിൽ ഒരു സബ്സ്റ്റേഷൻ തന്നെ ഞങ്ങൾ മാറ്റിവെച്ചത് ഒരു മിനിറ്റ് പോലും അവിടെ ഒരു പവർ കട്ട് അനുഭവപ്പെടാത്ത രീതിയിലാണ്. അത് എൻജിനീയറിംഗ് എക്സ്പെർട്ടൈസിൽ വരുന്ന ചലഞ്ചസ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളതിനെ ചലഞ്ചസ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും സോളാർ പവർ പ്ലാന്റിൽ ഇവിടെ സോളാർ വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്ന പല സാഹചര്യങ്ങളിലും പോയിട്ട് ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് സോളാർ പവർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇത് ഞങ്ങൾക്ക് തരുന്ന ഒരു സന്തോഷം, നമ്മുടെ വർക്ക് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, സോളാർ ഇൻഡസ്ട്രിയിൽ നിൽക്കുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ അത് ഒരു പക്ഷേ നമ്മുടെ കൺസ്യൂമേഴ്സിനെ ബാധിക്കുന്നു അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രിയെ ബാധിക്കുന്നു എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. കാരണം നമ്മൾ ഒരു സോളാർ പവർ പ്ലാന്റ് ഉപയോഗിക്കുന്ന കോമ്പണൻസിൻ്റെ ക്വാളിറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ ഇൻസ്റ്റലേഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട സ്റ്റാൻഡേർഡ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ സർവീസിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റിപ്പുലേറ്റ് ചെയ്യുന്ന ടേംസ് ആയിക്കോട്ടെ, അത് ഒരുപക്ഷെ ആ പ്രൊജക്റ്റിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫാക്ടറിൽ തട്ടി പലപ്പോഴും കോംപ്രമൈസ്ഡ് ആവുന്നത് കുറച്ച് സങ്കടത്തോടെയാണെങ്കിലും ഞങ്ങൾ പലപ്പോഴും കണ്ടു നിൽക്കാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രൊജക്റ്റ് നഷ്ടപ്പെട്ട ഒരു സങ്കടമല്ല സാധാരണ ഇതിൽ ഞങ്ങൾക്ക് ഉണ്ടാവാറ്. പക്ഷേ അത് സോളാർ പവർ പ്ലാന്റ് എന്ന് പറയുന്ന സൊല്യൂഷനെ തന്നെ ഒരു പക്ഷേ പിന്നോട്ടടിക്കാൻ സാധ്യതയുള്ള ഒരു വിപത്തായിട്ട് തന്നെയാണ് ഞങ്ങളതിനെ കാണുന്നത്. ഇത് ഞങ്ങളെ സംബന്ധിച്ച് ഇൻഡസ്ട്രിയിൽ ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. എനിക്ക് തോന്നുന്നത് നല്ല രീതിയിൽ സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്ന എല്ലാ കമ്പനികളും ഒരുപക്ഷേ ഞാൻ ഈ പറയുന്ന അഭിപ്രായത്തോട് യോജിക്കും എന്ന് തന്നെയാണ് എൻ്റെ ചിന്ത. സൺ എക്സ്പെർട്ട് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ സൺ എക്സ്പെർട്ടിൻ്റെ ഭാവിയിൽ നമ്മൾ എങ്ങനെ സൺ എക്സ്പെർട്ടിനെ കാണാനായിട്ട് ഹെൻറി ആൻഡ് ഫെറാഡ് ഗ്രൂപ്പ് ഉദ്ദേശിക്കുന്നു എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ
വളരെ വ്യക്തമാണ്. 1995 ഹെൻറി ആൻഡ് ഫെറാഡ് പ്രൈവറ്റ് ലിമിറ്റഡ് സ്റ്റാർട്ട് ചെയ്യുന്ന കാലഘട്ടത്തിൽ ഒരുപക്ഷെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എക്സ്പെർട്ടൈസോടുകൂടി ഇൻസ്റ്റലേഷൻസ് ചെയ്യാൻ സാധിക്കുന്ന അധികം കമ്പനികളില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മളിത് ഫോം ചെയ്യുന്നത്. ഇന്ന് ഞങ്ങൾ 2025 വന്ന് നിൽക്കുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് വളരെ അഭിമാനമുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള, കേരളത്തിൽ ട്രിവാൻഡ്രം തുടങ്ങി കാസർഗോഡ് വരെയുള്ള, ചെന്നൈ, കോയമ്പത്തൂർ, ബാംഗ്ലൂർ, ഗോവ, പൂനെ, ബോംബെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോലും നമുക്ക് റെഫറൻസ് ബേസിസിൽ തന്നെ നമ്മളെ വിളിച്ച് പ്രൊജക്ട്സുകൾ ഏൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത് വളരെ വ്യക്തമായി നമ്മുടെ വിഷൻ ക്വാളിറ്റിയിലും സർവീസസിലും അധിഷ്ഠിതമായതുകൊണ്ട് തന്നെയാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, റിന്യൂവബിൾ എനർജിയിൽ സൺ എക്സ്പെർട്ടിനെ ഒരു 10 വർഷം അപ്പുറത്തേക്ക് എങ്ങനെ കാണാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ വളരെ വ്യക്തമാണ്. നമ്മൾ വർക്ക് ചെയ്യുന്ന നമ്മുടെ ക്ലയൻറ്റിയൽ ഗ്രൂപ്പിന് സോളാർ എന്ന് പറയുന്നത് ഏറ്റവും അഫോർഡബിളായിട്ട് ചെയ്യാൻ സാധിക്കുന്ന, ഏറ്റവും നന്നായി സർവീസ് ലഭിക്കുന്ന, അതിനു വേണ്ടിയിട്ട് അവരുടെ റിന്യൂവബിൾ എനർജി പവർ പ്രൊഡക്ഷനിൽ ഒരു പാർട്ട്ണറായിട്ട് ആക്ട് ചെയ്യുന്ന റിലയബിൾ ആയിട്ടുള്ള ഒരു കമ്പനിയായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ സെഗ്മെൻറ്റിൽ മാത്രമല്ല പകരം നേരെ റീറ്റെയിൽ സെഗ്മെൻറ്റിൽ ഓരോ ഹൗസ് ഹോൾഡ്സിനും മാറുക എന്നുള്ളൊരു ഉദ്ദേശം നമുക്കുണ്ട്. ഒപ്പം സർവീസ് എന്ന് പറയുന്ന, നമ്മൾ എന്ത് സാധനം മേടിച്ചാലും ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്കെല്ലാവർക്കും ഉള്ള ഒരു ഏറ്റവും വലിയൊരു ടെൻഷൻ ഇതിൻ്റെ സർവീസ് എങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഞാൻ അല്പം മുമ്പ് പറഞ്ഞതുപോലെ വളരെ വ്യക്തമാണ്. കേരളത്തിലെ 4 ടവറുകൾ എടുക്കുകയാണെങ്കിൽ 3 ടവറിൽ പവർ പോകുന്നില്ല എന്ന് 24 hours അത് ഉറപ്പാക്കുന്നത് ഞങ്ങളുടെ ടെക്നിക്കൽ ടീമാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ സോളാർ പവർ പ്ലാന്റ്, ഒരു സോളാർ പവർ പ്ലാന്റും ഒരു നിശ്ചിത സമയത്തിനപ്പുറത്തേക്ക് ഒരിക്കലും ഷട്ട് ഡൗൺ ആവാത്ത ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനമായിട്ട് തീർച്ചയായും സൺ എക്സ്പെർട്ടിനെ ഞാൻ കാണുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, സൺ എക്സ്പെർട്ടിൽ നിന്ന് മേടിച്ചു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് പേടിക്കണ്ട എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് ഞങ്ങളുടെ ക്ലയൻറ്റിയൽ ഗ്രൂപ്പിന് എത്തിക്കാനും കോമൺ പബ്ലിക്കിന് അങ്ങനെ ഒരു അഷുറൻസ് കൊടുക്കുന്ന ഒരു സ്ഥാപനമായിട്ടും വളരാനായിട്ട് തീർച്ചയായിട്ടും വർഷങ്ങൾക്കപ്പുറം സൺ എക്സ്പെർട്ട് ഉണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ ചിന്ത. മൂന്നാമതായിട്ട്, ആരും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ടെക്നോളജിക്കൽ ചലഞ്ചസിൽ ഇവിടെ സോളാർ വെക്കാൻ സാധിക്കില്ല, അവിടെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കൽ പ്രായോഗികമല്ല എന്ന് പറയുന്ന സ്ഥലത്ത് ആ കാര്യങ്ങളെ അതിൻ്റെ എല്ലാ പാഷനോടും കൂടി സമീപിച്ച് ഏറ്റവും നല്ല രീതിയിൽ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സോളാർ പവർ പ്ലാന്റ് സൊല്യൂഷൻ അവിടെ കൊടുക്കുന്ന ഒരു കമ്പനിയായിട്ടും വർഷങ്ങൾക്കപ്പുറത്തേക്ക് തീർച്ചയായിട്ടും സൺ എക്സ്പെർട്ടിനെ ഞാൻ കാണുന്നുണ്ട്.